രവീന്ദ്ര, എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് എന്താണ്, ഞാനൊരു വാർത്ത കണ്ട് ഇത്രയും നേരം പൊട്ടിച്ചിരിക്കുകയായിരുന്നു, ചർച്ചയ്ക്ക് മുമ്പ് വരെ ചിരിക്കുകയായിരുന്നു. അതായത് പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തു. അതായത് CPM-ന്റെ നിലപാടിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി. പക്ഷെ എന്നെ അതിലൊന്നും വരെ ചിരിപ്പിക്കുന്നത്, ഈ മിനി കൃഷ്ണകുമാർ വാക്കൗട്ട് ചെയ്ത് അതുകൊണ്ട് ശാസ്ത്രമേള സർക്കാർ വേണ്ടെന്ന് വെക്കുന്നു. സത്യത്തിൽ എനിക്ക് ചിരി വയ്ക്കാൻ വയ്യ. ആ ഒരു ആരുടെ ഇത് മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ്. അയ്യോ, അങ്ങനല്ല. പാലക്കാട് നഗരസഭയിലെ ഒരു കൗൺസിലറാണ് മിനി കൃഷ്ണകുമാർ. അതിനേക്കാൾ ഉപരി കൃഷ്ണകുമാറിന്റെ ഭാര്യ എന്ന് പറയുന്നത് അവരുടെ ഫെമിനിസം ഒക്കെ ഭർത്താവിന്റെ ഐഡന്റിറ്റി അറിയപ്പെട്ട ആളെന്നല്ല, ജനപ്രതിനിധിയാണ്. മിനി കൃഷ്ണകുമാർ വാക്കൗട്ട് ചെയ്തു. ഒരു സുപ്രധാന ഈ പാലക്കാട് നഗരസഭ ഭരിക്കുന്നവരാ BJP-യുടെ അവിടുത്തെ ചെയർപേഴ്സൺ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത്. ഒന്നുകിൽ ഇതിൽ വാക്കൗട്ട് ചെയ്ത രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നുകിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ പാർട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് സംശയമുണ്ട്, ഈ കൃഷ്ണകുമാറിന്റെ പേരിൽ എന്തൊക്കെയോ പീഡനാരോപണം കത്തൊക്കെ പുറത്തു വന്നതാണ്. അതും ഈ മിനി കൃഷ്ണകുമാറിന്റെ കുടുംബമാണ് പരാതി കൊടുത്തത്. അപ്പം വീട്ടിൽ നിന്നും വാക്കൗട്ട് ആണോ എന്ന് ഒരു സംശയം അവിടെ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ആരോ എന്തോ ഓക്കെ. പക്ഷെ ഈ മിനി കൃഷ്ണകുമാറിന്റെ കേൾക്കുമ്പോഴേ കൃഷ്ണകുമാറിന്റെ ഭാര്യയാണെന്ന് അറിയാത്ത വ്യക്തികൾക്ക് ആ ഒരു ഞാനും ആദ്യം നമുക്ക് സംശയം വന്നില്ല, ഒരു സംസ്ഥാന ഉദ്ഘാടനം സ്വാഭാവികമായിട്ടും പാലക്കാട് വെച്ച് നടക്കുന്ന പരിപാടി അവിടുത്തെ കൗൺസിലർമാരെ വിളിച്ച് നേരുന്നെങ്കിൽ വാ. മന്ത്രി, രണ്ട് മന്ത്രിമാർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള MP രാജേഷും പങ്കെടുക്കുന്നു. അവിടെ പാലക്കാട് MLA അല്ലാതെ പിന്നെ പാണ്ടിക്കാട് MLA വിളിച്ചെടുത്താൽ മതി. പാലക്കാടിന്റെ MLA പാലക്കാട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാടകളില്ലാതെ ഒരു കോട്ടൺ ഷർട്ടും ഒരു കോട്ടൺ പാന്റും ഒക്കെ ഇട്ട് കയറി വന്നു. ശിവൻകുട്ടിയുടെ അടുത്ത് പോയിരുന്നു. ആ വിഷ്വൽസ് ശ്രദ്ധിച്ചറിയാം. വിഷ്വൽസ് ശ്രദ്ധിച്ച രാഹുല് വന്നവിടെ ഇരിക്കുകയാണ്. അപ്പൊ ശിവൻകുട്ടിയാണ് ചോദിക്കുന്നത്, എന്താ മുന്നേ ശിവൻകുട്ടിയാണ് എന്താ ചോദിക്കുന്നത്. ഞാൻ വിചാരിച്ചത് പതുക്കെ എടാ മോനെ ഒന്ന് എണ്ണീറ്റ് പോടാ, പാർട്ടി നടപടി എടുക്കൂടാതെ കാണാനല്ല. അവര് വളരെ കാര്യമായി പാലക്കാട് വികസനത്തെ പറ്റിയും പാലക്കാട് സ്കൂളുകളിൽ നടപ്പാക്കേണ്ട അടിയന്തര പദ്ധതികളെ പറ്റിയൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അവിടുത്തെ MLA ചർച്ച ചെയ്യാണ്. സത്യത്തിൽ അവിടെ എന്തിനാണ് BJP-യുടെ ആവശ്യമുണ്ട് സ്ത്രീപീഡന കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന MLA പങ്കെടുത്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് മിനി കൃഷ്ണകുമാർ വേദി വിട്ടത്. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതായത് BJP അണികൾക്കൊക്കെ രോമകഞ്ചുകം ഉണ്ടാകുന്ന വാർത്തയാണ്. പക്ഷെ ഈ മിനി കൃഷ്ണകുമാർ തന്നെയാണോ, ആ കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഫോട്ടോ കണ്ട് ബോധ്യപ്പെട്ടു അതെ കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ്. അപ്പൊ മറ്റേ കൃഷ്ണകുമാറിനെതിരെ ആരോപണം മറ്റേ അന്ന് നമ്മുടെ BJP-ന്ന് കോൺഗ്രസിലോട്ട് വന്ന സന്ദീപ് വാര്യർ പറഞ്ഞതും VD സതീശൻ പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോ കത്തും. ഇത് കാലാകാലങ്ങളായി അവിടെ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ പഞ്ചായത്തിലേക്കോ എല്ലായിടത്തും കൃഷ്ണകുമാർ മത്സരിക്കുമല്ലോ. അവിടെ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൃഷ്ണകുമാറിനെതിരെ കൃഷ്ണകുമാറിന്റെ ഭാര്യ വീട്ടുകാരുടെ കത്ത്. ഭാര്യ, അനിയത്തി സ്വന്തം കുടുംബത്തിലെ കലഹം വീട്ടടേ, അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കടേ, എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നാക്കാടേ. ഏത് ചാനല നീ റിപ്പോർട്ടർ കണ്ട അതിന്റെ പ്രശ്നമാണ്. അപ്പൊ റിപ്പോർട്ടർ ആഗ്രഹിക്കുന്നത് എന്താ, ശിവൻകുട്ടി വാക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ രാജേഷ് പ്രസംഗം നിർത്തണം. രാജേഷ് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴേ ഇത് പ്രസംഗിച്ചത് മാത്രമല്ലടേ, അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന പരിപാടിയിൽ രാഹുൽ എന്ന് ചിരിച്ചോണ്ടിരുന്ന ഫോട്ടോ പുള്ളി മറ്റേ മുണ്ട് ഉടുപ്പിടാത്തോണ്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, നീ കാര്യത്തിലേക്ക് വരാം. ഇത് സംസ്ഥാനത്തെ ശാസ്ത്രമേളയുടെ സംസ്ഥാന സമ്മേളനമാണ്. ഇതിന്റെ വേദി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പാലക്കാട് വെച്ച് നടത്തുമ്പോൾ സംഘാടക സമിതി ചെയർമാനാക്കി സ്ഥലം MLA അത് പാർട്ടി നോക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുന്ന് മാറ്റി ഷൊർണൂർ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഈ റിപ്പോർട്ടർ TV CPM-നെ ചതിച്ചതാ. കുറെ കഥയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് പോലീസിനെ കൊണ്ടും ഒക്കെ കേസൊക്കെ എടുപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. അവസാനം ഈ കേസ് കൊണ്ട് കോടതി ചെന്ന പോലീസുകാരന് കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനോ ഒന്നും വഴിമുട്ടി നിൽക്കുകയാണ്. പിന്നെ റിപ്പോർട്ടർ TV പറഞ്ഞു, അല്ല 2 പെണ്ണുങ്ങളുണ്ട്, ഓഡിയോ ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓഡിയോ ക്ലിപ്പിന്റെ പിന്നാലെ ചെന്നപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു ഇത് അശാസ്ത്രീയമായ ഗർഭചിത്രമാണെന്ന് പറഞ്ഞ പോലീസ് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് കേസെടുക്കാൻ ശ്രമിച്ചു. അതേ റിപ്പോർട്ടർ അതേ റിപ്പോർട്ടർ TV ആണ് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ചെയ്ത്. ഹോസ്പിറ്റലിൽ ചെയ്ത എങ്ങനെയാണ് ഇത് അശാസ്ത്രീയമാവുന്നതെന്ന് ബുദ്ധിയുള്ള പോലീസുകാർ ചിന്തിച്ചത് കൊണ്ട് CD തപ്പിപ്പോയ വാഹന വ്യൂഹം പോയില്ല. അപ്പം ഈ ഫുട്ബോളുകൾ നടത്താൻ
അല്ലെ CPM പിന്നോട്ട് പോക്ക്. അതിലേക്ക് വരാം. ഈ ഫുട്ബോൾ കളി നടത്താൻ റിപ്പോർട്ടർ TV മാനേജ്മെന്റിന് സർക്കാരിന് കുറച്ച് സപ്പോർട്ടൊക്കെ വേണമായിരുന്നു. വേറെ പല കാര്യങ്ങളുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് എന്നും ശത്രുവായി നിൽക്കുന്ന രാഹുലിനെ ഒതുക്കി കൊടുത്ത പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് കഴിഞ്ഞു, അത് നടന്നില്ല. കഴിഞ്ഞ ദിവസം PM-ശ്രീയുമായി ബന്ധപ്പെട്ടേ ഈ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഈ വലതിലെ രാഹുൽ മാങ്കൂട്ടം ഫാൻസും ശിവൻകുട്ടി ഫാൻസും കൂടെ നേർക്ക് നേർ PM-ശ്രീയിൽ ഒപ്പിട്ട ശിവൻകുട്ടി ഒരു സംഘിക്കുട്ടി പരാമർശമൊക്കെ അല്ല അതൊക്കെ നോക്കി, ഇതൊക്കെ പൊളിറ്റിക്കൽ ഡ്രാമ, പൊളിറ്റിക്കലി എന്തൊക്കെ പറയുന്നത്. ശിവൻകുട്ടിക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. കാരണം പുള്ളി ഇത് എത്രമാത്രം കണ്ടുവന്നു. ഇന്നാളെ ഏഷ്യാനെറ്റില് ഒരു സ്റ്റോറിയുടെ അവസാനം പറഞ്ഞു നിർത്തുന്ന കണ്ടു. അന്ന് കല്ലെറിയാൻ മുന്നിൽ നിന്ന് ആൾ ഇന്ന് കൊടിവെച്ച കാറിൽ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയാണ് പുള്ളി നിയമസഭയിൽ പോയിട്ട് പുള്ളിക്ക് എന്നെ ചെയ്ത് ട്രോളാമെന്ന് പറഞ്ഞില്ലേ, നിയമസഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് വേണമെങ്കിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാം. ഇത് ശിവൻകുട്ടിയെ കൊണ്ട് മാത്രം പറ്റുന്നത്. പുള്ളിക്ക് വയ്യ, തീരെ വയ്യ. പക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ കുറെ കാര്യങ്ങൾ ഇല്ലെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളി പക്ക രാഷ്ട്രീയക്കാരനായിരുന്നു. CPM-കാരന് വേണ്ടിയിട്ട് പുള്ളി പലതും കാണിച്ചിട്ടുണ്ട്. മികച്ച കേഡർ, മികച്ച കേഡറുകളിലെ കേഡർ. അപ്പം സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയപരമായ രക്ഷാധികാരി പുള്ളിക്കറിയാം. രാഹുൽ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇച്ചിരി ഇമേജ് ഇടിച്ചിരിക്കുമ്പോൾ എല്ലാത്തിനും കയറി പ്രതികരിച്ച് രാഹുൽ ഒന്ന് സ്റ്റാർ ആവണം, എന്റെ ചെലവിലായിക്കോക്കെ ആയിക്കോട്ടെ എന്ന് ശിവൻകുട്ടി അങ്ങ് നിലപാടെടുത്തു എന്നുള്ളതാണ്. പക്ഷെ രാഹുലിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയൊക്കെ പ്രതിച്ഛായ തകർന്നു നിന്നിട്ടും ഇടിച്ചെറിയങ്ങ് ചെല്ലുക, ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം അവിടെ ഈ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഒരു സിനിമ തൻവീറ ഈ കുട്ടിയുമായിട്ടൊക്കെ ചെല്ലുമ്പോ രാഹുലിനെ അറിയാം ആളുകൾ അവ അതിലൂടെ തന്റെ സ്മൈൽ പദ്ധതി 10 പേരിലേക്ക് ആസിഫ് അലി പോകുന്നു, തൻവീറാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ആ കുട്ടി ഹഗ് ചെയ്തിട്ട് ഡോറ് തുറന്ന് വണ്ടിയിലേക്ക്. വലിയ ആക്രമണമായിരുന്നു. അതിന് പുള്ളി രാഹുൽ ലക്ഷ്യം വെച്ചത് അതാ. രാഹുൽ ഇട്ട് കൊടുക്കുന്ന ചൂണ്ടയിലേക്ക് ഈ മാധ്യമങ്ങൾ എന്ന് കൊത്തി കൊടുക്കുക. കൊത്തി കഴിയുമ്പോൾ ഒരു ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ വിനീത് കൃഷ്ണകുമാർ ഇറങ്ങി പോയ പോലെ പോകേണ്ടി വരും. അതേ എനിക്ക് പറയാനുള്ളൂ. ഇതിനെ പറ്റിയായിരിക്കും കൂടുതലും. പക്ഷെ ഇന്നിപ്പം അഭിലാഷ് അല്ല, മാതൃഭൂമിക്ക് വേറെ പണിയുണ്ട്. റിപ്പോർട്ടർ TVയിലെ എഡിറ്റോറിയൽ മീറ്റ് എഡിറ്റർ പരിപാടിയിൽ ഇതായിരിക്കും ചർച്ച. മറ്റേ എന്റെ വാദം ഇതാണ്, രാഹുൽ വേദി പങ്കിട്ടപ്പോൾ ശിവൻകുട്ടി ഇറങ്ങിപ്പോയില്ല. വയ്യ. ചേച്ചിയുടെ മുഖത്ത് ഭാവമൊക്കെ കണ്ടു വളരെ ദേഷ്യത്തോടൊക്കെയാണ് പോയിരിക്കുന്നത്. ഫെമിനിസം ആ പഴയ കേസ് കൃഷ്ണകുമാറിനെതിരെയുള്ളത് എന്താ അവസ്ഥ എന്നൊന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. MP രാജേഷിന്റെ ഒന്നും അപ്ഡേറ്റ് കണ്ടില്ല. രാജേഷ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നിർത്തിയില്ല. എന്ത് അപ്ഡേറ്റാ ഇതിനകത്ത്? എന്താ കേസുണ്ടോ? ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കേസില്ലല്ലോ. അല്ല, ആലോചിച്ച് നോക്കണം. ഈ കോൺഗ്രസ് തെളിവില്ലല്ലോ. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പം വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. PC വിഷ്ണുനാഥ് ഒരു സൈഡ് പിടിച്ച് മാറിയിരിക്കുന്നത് ഇദ്ദേഹത്തെ ഇറക്കി വിട്ടു എന്നുള്ള വാർത്ത അത്രത്തോളം ഔചിത്യം പോലും CPM-കാർ കാണിക്കുന്നില്ല എന്നുള്ളത്. അല്ല, കോൺഗ്രസ് എന്തുകൊണ്ടാണെന്നുള്ളത് 2 ഭാഷ്യം വരുന്നുണ്ട്. കണ്ടില്ല എന്നൊരു ഭാഷ്യം വരുന്നുണ്ട്, മനഃപൂർവ്വമാണെന്നൊരു ഭാഷ്യം വരുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചാലും കോൺഗ്രസിന്റെ പ്രശ്നം എന്താ? രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്, അല്ലെ? സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ചേട്ടൻ പറഞ്ഞൊരു കാര്യം കൃത്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇത് അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്നിട്ട് അപഹാസ്യരാകുമെന്ന് കരുതിക്കൊണ്ട് സ്റ്റാറാവൂല്ലേ? വാർത്താ ഹെഡ്ലൈനുകളിൽ നിറഞ്ഞിരിക്കല്ലേ? അതല്ലേ വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ PC വിശ്വനാഥ് മാറിയുന്നതോ VD സതീശൻ വേദി പങ്കിടാഞ്ഞതോ ഒക്കെ എന്റെ കാര്യം വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് ഔദ്യോഗികമായി സസ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചർച്ചാ വിഷയം ആവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. CPM രാഹുലിനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ഈ പ്രമീള ശശിധരനുമായി ബന്ധപ്പെട്ട് വേദി പങ്കിട്ട് പിന്നെ കൃഷ്ണൻകുട്ടി നമ്മുടെ അറിയാമല്ലോ വൈദ്യുതി മന്ത്രി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വേദി പങ്കിട്ടപ്പോഴേ ഇപ്പൊ നേരെ വന്നത് CPM-ന്റെ മടയെ വന്ന് കയറി. കേരളം CPM കോൺഗ്രസും അല്ലിത്. കേരളം ഭരിക്കുന്ന 2 മന്ത്രിമാര്, കേരളത്തിലൊരു MLA, സ്വാഭാവികമായിട്ടും വേദി പങ്കിട്ടേ പറ്റൂ. അല്ലാതില്ല ശിവൻകുട്ടിയും MP രാജേഷും ഡിഫൻസിലാവൂ? ഒന്നും ആവില്ല. അതല്ലാതില്ല പത്തനാപുരത്ത് LDF മന്ത്രിയെ ഇനി വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ പോലെ ഒന്നും അല്ലല്ലോ. എന്നാലും നിലപാടുകളുടെ രാജ്ഞി പ്രിയപ്പെട്ട ചേച്ചിയുടെ പേര് കൃഷ്ണദാസ്, മിനി കൃഷ്ണകുമാർ. എന്തായാലും നിലപാടുകളുടെ രാജ്ഞി പ്രിയപ്പെട്ട മിനി കൃഷ്ണകുമാർ സംഘശക്തിയുടെ ദുർഗാവാഹിനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രശാന്ത് ശിവൻ വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും.